ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ. അപ്പൊ എങ്ങനെയാണ് ഹെൽത്ത് ഫീൽഡിൽ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അത് നമുക്ക് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസുലിനെ പറ്റിയിട്ടാണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റൈറ്റ്? അപ്പം ഈ ഇൻസുലിൻ ഹോർമോൺ നോർമൽ ആയിട്ടുള്ള, അതായത് ഡയബറ്റിക് അല്ലാത്ത ഒരു നോർമൽ പേഴ്സൺ അകത്ത്, ഹെൽത്തി പേഴ്സൺ അകത്ത് ഇത് നോർമലി സിന്തസൈസ് ചെയ്യും ഫ്രം പാൻക്രിയാസ്. ഓക്കെ, അപ്പം ഈ ഇൻസുലിൻ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യൂ? ഇല്ല. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയും. ടൈപ്പ് 1 ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ബോഡിക്കകത്ത് പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഈ ഇൻസുലിൻ പെന്നുകൾ ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് എക്സ്റ്റേണലി നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയെടുത്ത ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ഇൻസുലിൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് നോൺ ഹ്യൂമൻ ഇൻസുലിൻ ആയിരുന്നു. എന്താണ് നോൺ ഹ്യൂമൻ ഇൻസുലിൻ? ഇങ്ങനെ ഞാൻ എടുത്തു പറയാൻ കാരണം ആനിമൽസ് അതായത് കൗ, പിഗ് അങ്ങനെയുള്ള മൃഗങ്ങളുടെ ഉള്ളിൽ കാണുന്ന പാൻക്രിയാസ് ഉണ്ടാവില്ല, അത് അവരുടെ ബോഡിക്ക് വേണ്ടി അവരുടെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ആണ് നമ്മൾ പണ്ട് കുറച്ചു കാലം മുന്നേ വരെ, ഓക്കെ, ഒരു 1980s മുന്നേ വരെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് എത്തിക്കഴിഞ്ഞ ഒരുപാട് അലർജിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കി. കാരണം എന്താ? ഇറ്റ്സ് നോൺ ഹ്യൂമൻ. അപ്പം അതിന്റെ അകത്തുള്ള ആന്റിജൻസും ഒക്കെ വ്യത്യാസമാണ്. അതൊരു ഹ്യൂമന്റെ ബോഡിക്ക് മാച്ച് ആയിട്ടുള്ളതല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു പലതരത്തിലുള്ള അലർജിക് റെസ്പോൺസുകൾ പലയിടത്തായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഒരു ഹ്യൂമൻ ഇൻസുലിൻ പോലെ ഉണ്ടാക്കിക്കൂടെ എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ഹ്യൂമൻ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വളരുകയും അതിൽ നിന്നും ഹ്യൂമുലിൻ എന്ന പേരിൽ, ഓക്കെ, ഹ്യൂമുലിൻ എന്നാണ് ഇപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത്. ഈ ഹ്യൂമുലിൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് എത്തുകയും ചെയ്തു. അപ്പൊ അതെങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഈ ഇൻസുലിൻ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനിമൽസിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1983 ഓക്കെ, എലി ലില്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി, ഇത് നിങ്ങളുടെ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്, അവിടേക്കാണ് ഞാൻ എത്തുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നമുക്ക് പറയാം. 1983 ഈ ഒരു വർഷവും ഇത് അമേരിക്കൻ കമ്പനിയാണെന്നും ആ കമ്പനിയുടെ പേര്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ എലി ലില്ലി എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കാം, ദിസ് ടേംസ് എല്ലാം തന്നെ. ഓക്കെ, അവരാണ് ആദ്യമായിട്ട് ഹ്യൂമുലിൻ എന്ന് പറയുന്ന ഹ്യൂമൻ ഇൻസുലിൻ, അതായത് ഹ്യൂമൻസിന്റെ ജീൻസ്, പാൻക്രിയാറ്റിക് ജീൻസിൽ നിന്നും എടുത്തിട്ടുള്ള, അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇൻസുലിൻ ആദ്യമായിട്ട് അവരാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇത്രയാണ് കോൺസെപ്റ്റ്. ഇനി നമുക്ക് നേരെ പാരഗ്രാഫിലേക്ക് കടക്കാം. അപ്പം റീകോമ്പിനന്റ് DNA ടെക്നോളജിയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് അറിയാലോ. അതായത് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ ആ ഒരു ഫീൽഡിനകത്ത് ഇഫക്റ്റീവ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള പല തെറാപ്യൂട്ടിക് ഡ്രഗ്സുകളും വളരെ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അതായത് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഒരു 1-2 പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരിക്കലും ബയോടെക്നോളജിനെ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. ലാർജ് ക്വാണ്ടിറ്റിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ റീകോമ്പിനന്റ് DNA ടെക്നോളജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇനി ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അലർജിക് റെസ്പോൺസുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റീകോമ്പിനന്റ് DNA ടെക്നോളജി വഴി ഹ്യൂമൻ ഇൻസുലിൻ ജീൻസ് വെച്ചുകൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് ഇൻസുലിൻ, അതുപോലെയുള്ള ജീൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഡ്രഗ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് ഉള്ള ഡ്രഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ നോൺ ഹ്യൂമൻ സോഴ്സിൽ നിന്നും ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് അല്ലെങ്കിൽ അലർജിക് റെസ്പോൺസ്
ഇതുപോലെ ഉണ്ടാവുന്ന റീകോമ്പിനന്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക്സുകൾ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യില്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് അറ്റ് പ്രസന്റ് അബൌട്ട് 30 റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക്സുകളാണ് ഈ വേൾഡിൽ ഓവറോൾ ഉള്ളത്. ആൻഡ് അതിന് അപ്രൂവലും കിട്ടിയിട്ടുണ്ട്. എന്തിനുള്ള അപ്രൂവലാണ്? ഫോർ ഹ്യൂമൻ യൂസ്. വേൾഡ് ഓവറിൽ, ഓക്കെ, വേൾഡ് ഓവറിൽ 30 ആൻഡ് ഇൻ ഇന്ത്യ അതിൽ 12 റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക്സുകളാണ് പ്രസന്റ്ലി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓവറോൾ 30 റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക് ഡ്രഗ്സ് ഇതിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഫോർ ഹ്യൂമൻ യൂസ്. അതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരാളാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റീകോമ്പിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ്, നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ബ്ലാക്ക് ആയിട്ട്. ഓക്കെ, അപ്പം എന്താണ് അഡൾട്ടിൽ ഉണ്ടാവുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത്, ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്? അത് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഡെഫിഷ്യൻസി കാണിക്കുന്നു. അപ്പം ഇത്തരം കേസുകളിലാണ് നമ്മൾ ഇൻസുലിൻ റെഗുലർ ആയിട്ട് ഇൻസുലിൻ നമ്മൾ ഓരോ ഇടവിട്ട് നമ്മൾ ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഡയബറ്റിക് പേഷ്യൻസ്. സോ what would a diabetic patient do if enough human insulin was not available? അത് നമ്മൾ എക്സ്ട്രാ ഇൻജെക്ട് ചെയ്ത് എടുക്കുന്നു. That's all. If you discuss this, you would soon realize that one would have to isolate and use in insulin from other animals. പക്ഷേ ഇൻസുലിൻ ഫ്രം അതർ ആനിമൽസ് എന്നുള്ള കൺസെപ്റ്റ് മുന്നെയാണ്, ഇപ്പൊ ഇല്ല കേട്ടോ. And would the insulin isolated from other animals be just as effective as that secreted by the human body itself? And would it not elicit an immune response in the human body? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. രണ്ടാണ് കാര്യം. അതായത് നോൺ ഹ്യൂമൻ ഇൻസുലിൻ ആവുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത്ര ഇഫക്റ്റ് കിട്ടില്ല. അതായത് ഒന്ന് നോൺ ഇഫക്റ്റീവ് ആയിരിക്കും. ഒരു ഹ്യൂമന്റെ ബോഡിയിൽ ഉണ്ടാവുന്ന അത്രയും എഫക്റ്റ് ഒരു ആനിമലിന്റെ ഇൻസുലിൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുപോലെ അത് അലർജിക് ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യുന്നത്. ആൻഡ് നൗ ഇമാജിൻ ഒരു ബാക്ടീരിയ ഉണ്ടെന്ന് വിചാരിക്കും. ആ ബാക്ടീരിയ എന്താണ്, ഒരു ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ബാക്ടീരിയ വെച്ചുകൊണ്ട്, എസ്പെഷ്യലി ഈ കൊളായി ബാക്ടീരിയ വെച്ചുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സഡൻലി ദ ഹോൾ പ്രോസസ് ബിക്കം സോ സിമ്പിൾ അല്ലെ? ഒരു ബാക്ടീരിയയുടെ ബോഡിക്കകത്ത് നമ്മുടെ ഹ്യൂമന്റെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുകയും ആ ബാക്ടീരിയയിൽ നമുക്ക് ആ ജീനിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഹ്യൂമൻ ഇൻസുലിൻ കിട്ടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് ഏറ്റവും സിമ്പിളും സേഫ് ആയിട്ടുള്ള കാര്യം. സോ അത് തന്നെയാണ് എലി ലില്ലി കമ്പനിയും ചിന്തിച്ചത്. അപ്പോൾ ബാക്ടീരിയ ആകുമ്പോഴുള്ള ഗുണം ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ബാക്ടീരിയയുടെ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മിനിറ്റ് വെച്ചാണ് നടക്കുന്നത്. സോ അത്രയും ഇൻസുലിൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആസ് മച്ച് ആസ് ഇൻസുലിൻ നമുക്ക് ആ ബാക്ടീരിയയിൽ നിന്ന് മാത്രമായിട്ട് കിട്ടും. ഇനി എന്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, വൈ ഇൻസുലിൻ ക്യാൻ ബി ഓറലി അഡ്മിനിസ്റ്റേർഡ് ടു ഡയബറ്റിക് പീപ്പിൾ? എന്തുകൊണ്ടാണ്? റീസൺ ഇത്രയേ ഉള്ളൂ. ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഓക്കെ, ഈ പെപ്റ്റൈഡ് ഹോർമോൺസ് നിങ്ങൾക്കറിയാം, ഹോർമോൺസ് എപ്പോഴും ബ്ലഡിലേക്കാണ് ഡയറക്റ്റ്ലി റിലീസ് ചെയ്യുന്നത് അല്ലെ? ബ്ലഡിൽ നിന്നും അത് ടാർഗറ്റ് സൈറ്റിലേക്ക് പോകും. സോ ഇൻസുലിൻ നമ്മൾ ഓറലി കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഓറലി ആവുമ്പോൾ ഇത് ബ്ലഡിൽ എത്തുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മുടെ സ്റ്റൊമക്കിലെത്തും. സ്റ്റൊമക്കില് നിങ്ങൾക്കറിയാം മേജർ പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്ന ഒരു സൈറ്റ് ആണ്. അവിടെ ഈ ഇൻസുലിനെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടും? ഇല്ല, അവരതിനെ ഡൈജസ്റ്റ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഇസ് എ പെപ്റ്റൈഡ്. ഡൈജസ്റ്റ് ചെയ്ത് അതിനെ അമിനോ ആസിഡ് ആക്കി വിടും. അപ്പൊ നമുക്ക് ബ്ലഡിൽ ഒട്ടും എത്തൂല്ല നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് സൈറ്റിലേക്ക് ഇൻസുലിനെ കൊണ്ടുവരാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓറൽ എന്നുള്ള കോൺസെപ്റ്റ് വിടുന്നത്. പക്ഷെ ഇപ്പോ ഓറലി കഴിക്കാൻ പറ്റുന്ന പിൽസുകൾ ഇറങ്ങുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് എന്നാണ് റിപ്പോർട്ട് കേട്ടിട്ടുള്ളത്. ബട്ട് ഇതുവരെ അങ്ങനെ മാർക്കറ്റിലൊന്നും അങ്ങനെ അവൈലബിൾ ആയിട്ടില്ല. അതുപോലെ ഓറലി കഴിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും കൺവെൻഷണൽ ആയിട്ട് ഇൻജെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ അപ്പൊ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പാൻക്രിയാസ് ഓഫ് സ്ലോട്ടേഡ് കാറ്റിൽസ് ആൻഡ് പിഗ്സിലാണ്. കാറ്റിൽസ് കന്നുകാലികള്, പശു ആവാം, അങ്ങനെയുള്ള കാറ്റിൽസിന്റെ ഒക്കെ പാൻക്രിയാസ് ആണ് എടുത്തിരുന്നത്. ഇത്രയും ഹാമാന്ന് ആലോചിച്ച് നോക്ക്. ഒട്ടും മാച്ച് അല്ല, നമ്മുടെ ഹ്യൂമനേ അല്ല അത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ എത്തി അതുപോലെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഒരു ആനിമൽ സോഴ്സ് വിട്ടിട്ട് വേറൊരു ഹ്യൂമനിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ചില പേഷ്യൻസിലൊക്കെ അലർജി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ അതർ ടൈപ്സ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഒക്കെ വരും. കാരണം എന്താ, അതൊരു ഫോറിൻ പ്രോട്ടീൻ ആണ്, ഫോറിൻ ബോഡിയാണ്, നമ്മുടെ ആന്റിജൻ അല്ല അതിൽ, ഇറ്റ്സ് ഫോറിൻ ആന്റിജൻ. നിങ്ങൾ ഇമ്മ്യൂണോളജി ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവും. ഫോറിൻ ബോഡി അല്ലെങ്കിൽ ഫോറിൻ ആന്റിജൻ, സെൽഫ് ആന്റിജൻ. നമ്മുടെ ഹ്യൂമൻ ഇൻസുലിൻ ആണെങ്കിൽ അത് സെൽഫ് ആന്റിജൻ ആണ്. അതായത് നമ്മുടെ സെൽഫ് ആയിട്ടുള്ള ബോഡിയിൽ ഉണ്ടാക്കുന്ന സ്വന്തം ആളാണത്. ആളെ തിരിച്ചറിയാൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അറിയാം. പക്ഷെ ഫോറിൻ ആന്റിജൻ ആണ് മറ്റേ കാറ്റിൽസിന്റെയും പിഗ്സിന്റെയും ഇൻസുലിൻ എന്ന് പറയുന്നത്. അവരെ തിരിച്ചറിയാൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അറിയില്ല. അവര് നമുക്ക് ശത്രു. അപ്പൊ നമ്മുടെ ആ ഇൻസുലിനെ അവര് ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. അഗെയിൻസ്റ്റ് ആയിട്ട് കുറെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങും. അത്രേ ഉള്ളൂ ഈ ഒരു കാര്യം പറയുന്നത് ഈ ഒരു പാരഗ്രാഫിൽ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫിഗറിലേക്ക് വരും. ഇതാണ് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോ ഇൻസുലിൻ. നമ്മൾ എൻസൈം പഠിച്ചിട്ടുണ്ട്, ആക്റ്റീവ് എൻസൈംസും ഇനാക്റ്റീവ് എൻസൈംസും. അതായത് പ്രോ എൻസൈമും അതുപോലെ തന്നെ പ്രോ എൻസൈമും വെറും എൻസൈമും. ഈ പ്രോ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാക്റ്റീവ് എൻസൈംസ് ആണ്. ഇനാക്റ്റീവ് എൻസൈംസ് ആക്റ്റീവ് എൻസൈം ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോ എൻസൈം ടു ആക്റ്റീവ് എൻസൈം ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർമലി ഇൻസുലിന് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ അതൊരു പ്രോ ഇൻസുലിൻ പോലെയാണ് എക്സിസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദേ ആർ ഇനാക്റ്റീവ്. ഇവരെ പ്രോ ഇൻസുലിൻ ആക്കി മാറ്റുന്ന ഏറ്റവും വലിയ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്രേ കളറിൽ കാണിക്കുന്ന നടുക്കത്തെ ഈ ഒരു സ്ട്രക്ചറിൽ, ഈ ഒരു സെക്കൻഡ് ഈ ഒരു ഗ്രേ കളറിലുള്ള സ്ട്രക്ചർ ആണ്. അതിനെ നമ്മൾ സി പെപ്റ്റൈഡ് എന്നാണ് വിളിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻസുലിൻ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണെന്ന്. അപ്പൊ ഇൻസുലിൻ ജീൻ കോഡ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഹോർമോൺ, പെപ്റ്റൈഡ് ഹോർമോണിനെയാണ്. അപ്പൊ ഈ ഗ്രേ കളറിൽ കാണിക്കുന്ന ഈ ഒരു സി പെപ്റ്റൈഡില്ലേ, അത് ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിനകത്ത് പ്രസന്റ് ആണ്. അപ്പോ ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നത് എ പെപ്റ്റൈഡ് ആണ്, ആൻഡ് ഗ്രീൻ കളറിൽ കാണിക്കുന്നത് ബി പെപ്റ്റൈഡ് ആണ്. അപ്പൊ ഈ 3 ചെയിനും കൂടി ചേരുന്നതാണ്. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സി, ഈ 3 ചെയിനും കൂടി ചേരുന്നതാണ് പ്രോ ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പൊ അതില് എ കഴിഞ്ഞാൽ പിന്നെ സി ആണ് വരുന്നത്, സി കഴിഞ്ഞാൽ പിന്നെ ബി ആണ് വരുന്നത്. ഓക്കെ, ഇതുപോലെ. വൺ സെക്കൻഡ്. ഇതാണ് നമ്മുടെ പ്രോ ഇൻസുലിൻ എന്ന് പറയുന്നത്. പ്രോ ഇൻസുലിൻ ഇത് ഇനാക്റ്റീവ് ആണ്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോ ഇൻസുലിനെ ഇൻസുലിൻ ആക്കി മാറ്റണം. അതാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിൻ. അപ്പൊ എങ്ങനെ ഉണ്ടാവും ഇൻസുലിൻ കണ്ടു കഴിഞ്ഞാൽ? ഇത്ര എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. ആക്ച്വലി ഈ എയും ബിയും സ്പ്ലിറ്റ് ആയിട്ടാണ് നിൽക്കുക. ഇങ്ങനെ ഇത് എ ആയിരിക്കും ആൻഡ് ഇത് ബി ആയിരിക്കും. ഇവര് ഒരു ലിങ്ക് വെച്ചിട്ട് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഈ ലിങ്കിനെ നമ്മൾ SS ലിങ്കേജ്, ഡബിൾ സൾഫൈഡ് ലിങ്കേജ് അല്ലെങ്കിൽ ഡബിൾ സൾഫൈഡ് ഡൈസൾഫൈഡ് ബോണ്ട് എന്നൊക്കെ വിളിക്കും. അങ്ങനെ ആക്കി മാറ്റണം നമ്മൾ ഇൻസുലിനെ. അപ്പോ എലി ലില്ലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി 1983 ഈ ഒരു ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നേരിട്ട പ്രശ്നവും ഇത് തന്നെയാണ്. കാരണം നടുക്കുള്ള ഈ ഒരു സീനെ അവർക്ക് റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, അതെങ്ങനെ കളയും? അതാണ് അവർക്ക് വന്ന പ്രശ്നം എന്ന് പറയുന്നത്. സോ ഇത്രയും മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഇങ്ങനെ നിൽക്കട്ടെ, നമുക്കിനി പാരഗ്രാഫ് വായിച്ചു വന്നിട്ട് അവിടേക്ക് എത്താം. അപ്പം ഇൻസുലിൻ may consist of 2 short polypeptide chains. One is chain A and one is chain B, and they are linked together by disulfide bridges. ഈ പാരഗ്രാഫിലെ ഓരോ വേർഡ്സും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
ആൻഡ് ഇതാണ് ഫിഗറിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. in mammals including humans, okay, ഇൻസുലിൻ ആദ്യം സിന്തസൈസ് ചെയ്യുന്നത് ഒരു പ്രോ ഹോർമോൺ ആയിട്ടാണ്, ലൈക്ക് എ പ്രോ എൻസൈം. ആൻഡ് ദ പ്രോ ഹോർമോൺ ഓൾസോ നീഡ്സ് ടു ബി പ്രോസസ്ഡ്. ഇവർ പ്രോസസ് ചെയ്യണം. ഇതിനെയാണ് പ്രോസസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് സി പെപ്റ്റൈഡിനെ കട്ട് ചെയ്ത് കളയുന്നതിനെയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിംഗ് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ഫുള്ളി മച്യൂർ ആൻഡ് ഫങ്ഷണൽ ഹോർമോൺ. ഇതാണ് ഫങ്ഷണൽ ഹോർമോൺ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഹോർമോൺ. അപ്പം അവർ ഫങ്ഷണൽ ഹോർമോണായി. ആൻഡ് ഇവർക്കകത്ത് ഈ എക്സ്ട്രാ സി പെപ്റ്റൈഡ് ആയിട്ടുള്ള ഈ ഒരു ചെയിൻ ഇല്ലേ, അത് ഉണ്ടാവില്ല. ഓക്കെ, അത് അവർ കട്ട് ചെയ്ത് കളയും. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സി ചെയിൻ കാണുന്നുണ്ടോ? ഇല്ല, കാരണം സി ചെയിൻ ഫ്രീ ആയി. സി ചെയിനെ നമ്മൾ പ്രോസസ് ചെയ്തപ്പോ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം മച്യൂർ ആയിട്ടുള്ളൊരു ഇൻസുലിൻ ഉണ്ടാക്കാൻ ഇത്രയും പാടുണ്ട്. ആ ഒരു ഡിഫിക്കൽട്ടി തന്നെയാണ് അവര് എലി ലില്ലി കമ്പനിയും നേരിട്ടത്. The C peptide is not present in the mature insulin and is removed during the maturation into insulin. Okay, pro insulin, insulin ആയപ്പോ എന്തുണ്ടായി? They lack C peptide. Okay. അപ്പം ഇതാണ് എലി ലില്ലി കമ്പനി എങ്ങനെ ഇതിനെ ഓവർകം ചെയ്ത് ചലഞ്ചിനെ നമുക്ക് നോക്കാം. The main challenge for the production of insulin using recombinant DNA technology was getting insulin assembled into a mature form. അപ്പോ എലി ലില്ലി കമ്പനി എന്ത് ചെയ്തു? They prepared ഒരു വേറെ കളർ എടുത്ത് അവരെന്ത് ചെയ്തു വെച്ചാൽ they prepared 2 DNA sequence, 2 DNA sequence ഉണ്ടാക്കി corresponding to A and B. അപ്പോ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പെപ്റ്റൈഡ് ഉണ്ടാവുമല്ലോ, എ പെപ്റ്റൈഡിനെ, അതായത് ഒരു പ്രോട്ടീൻ ആണുള്ളത്, അതിനെ കോഡ് ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടായിരിക്കുമല്ലോ. ആ എനെ കോഡ് ചെയ്യുന്ന ആ ഒരു ജീൻ, എ ജീൻ എന്ന് ചുമ്മാ വിളിക്കണേന്, അതിനെയും അതുപോലെ തന്നെ ബി പെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന ബി ജീനെയും ഈ എലി ലില്ലി കമ്പനിക്കാർ സ്റ്റഡി ചെയ്തു. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ ജീനിനകത്ത് ഇന്ന ന്യൂക്ലിയോടൈഡ്സ് ഒക്കെയാണ് ഉള്ളത്. അപ്പം അത് അവര് ഫുൾ അതിന്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് മുഴുവൻ കണ്ടെത്തി. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ലാബില് എ എന്ന് പറയുന്ന ജീനും ബി എന്ന് പറയുന്ന ആ പെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന ജീനും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇവര് ഈക്കോളൈ ബാക്ടീരിയനെ എടുത്തു. നമ്മുടെ പഴയ ഏർപ്പാട് തന്നെ. ഈക്കോളൈ ബാക്ടീരിയക്കകത്ത് പ്ലാസ്മിഡ് ഉണ്ടായിരിക്കും, പ്ലസ് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ ആയിട്ടുള്ള DNA ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ 2 ഈക്കോളൈനെ അവരെടുക്കും. ഇതാണ് അവരുടെ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്മിഡിലേക്ക് ഈ എ എന്ന് പറയുന്ന ജീനും ബി എന്ന് പറയുന്ന ജീനും സെപ്പറേറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ഈക്കോളൈയില് റെപ്ലിക്കേഷൻ നടന്ന്, നമ്മുടെ പഴയ റീകോംബിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്സ്, റെപ്ലിക്കേഷൻ നടന്ന് അറ്റ് ലാസ്റ്റ് ഇവർക്ക് കുറെ എ ജീനും കുറെ എ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എ പെപ്റ്റൈഡും കുറെ ബി ജീൻ പ്രൊഡ്യൂസ് ചെയ്ത ബി പെപ്റ്റൈഡും കിട്ടി. ഇവർക്ക് അത്രേ വേണ്ടിയിരുന്നുള്ളൂ. അവരെന്ത് ചെയ്തു? ഇപ്പോ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്തതുകൊണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഈക്കോളൈയിൽ റെപ്ലിക്കേറ്റ് ചെയ്തതുകൊണ്ടും സി പെപ്റ്റൈഡ് എന്ന് പറയുന്ന ആ ശല്യം നമുക്കിപ്പോ ഇല്ല. ആ നടുക്കത്തെ ആ ഒരു ബാരിയർ അതിവിടെ ഇല്ല. അതിന് സെപ്പറേറ്റ് ചെയ്ത് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന കട്ടിംഗ് എൻസൈം വെച്ചിട്ട് ഇപ്പം എ സി ബി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ജീൻസും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഇൻസുലിൻ ജീൻ ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, എ സി ബി. ഇതാണ് ഇൻസുലിൻ ജീൻ. ഈ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും ഇൻസുലിൻ ജീൻ ഇരിക്കുന്നുണ്ടാവുക. അപ്പം ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്, എ സി ബി. അതാണ് ഈ പെപ്റ്റൈഡ് എന്ന് പറയുന്നത്.
സോ നമുക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതൊക്കെ വരുന്നത്. റീകോംബിനന്റ് ചെയ്യുന്ന ടെക്നോളജിയുടെ ഇൻവെൻഷന് ശേഷമാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ വരുന്നത്. സോ നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് നമ്മൾ ഇവിടെയും കട്ട് ചെയ്തു ആൻഡ് ഇവിടെയും കട്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇതിനെയും നമ്മൾ സെപ്പറേറ്റ് എടുത്തു. എനെയും ബിനെയും സെപ്പറേറ്റ് എടുത്തു. ദെൻ സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് 2 ഇക്കോളയിലേക്ക് കൊടുത്തു. 2 ഇക്കോളയിലും സെപ്പറേറ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്തു. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് എ പെപ്റ്റൈഡും സെപ്പറേറ്റ് ആയിട്ട് ബി പെപ്റ്റൈഡും കിട്ടി. രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ ഇനി ഒരു ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാക്കേണ്ട ഒരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. ഡൈസൾഫൈഡ് ബോണ്ട് നിങ്ങൾ ഇവിടെ കണ്ടില്ലേ? ഇതാ ഒരു എസ്, ഒരു എസ്, ഒരു എസ്, ഒരു എസ്, അങ്ങനെ 2 സൾഫർ ഗ്രൂപ്പ് ഒരുമിച്ച് നിന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു ബോണ്ടിങ് ആണ് ഡൈസൾഫൈഡ്. ഇതാണ് ഈ 2 പെപ്റ്റൈഡ്സിനെയും ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അത് കാണാൻ പറ്റും. ഡൈസൾഫൈഡ് ബോണ്ട് ഇവിടെയുണ്ട്, ഡൈസൾഫൈഡ് ബോണ്ട് ഇവിടെയും ഉണ്ട്. ഈ ബോണ്ടിങ് ആണ് ഇവരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഒരുമിച്ച് നിർത്തുന്നത്. ഓക്കെ, പിന്നെ അവർക്ക് ഈ ചെയിൻ കറക്റ്റ് ആയിട്ട് കിട്ടി. ഈ പ്ലാസ്മിഡിലേക്ക്, ഇക്കോളായി പ്ലാസ്മിഡിലേക്ക് കൊടുത്തപ്പോ അവർക്ക് ഹ്യൂമൻ ഇൻസുലിൻ ചെയിൻസ് കിട്ടി. ചെയിൻസ് എ ആൻഡ് ബി കിട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് സെപ്പറേറ്റ്ലി. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ? അവരതിനെ എക്സ്ട്രാക്ട് ചെയ്താൽ മതി. എക്സ്ട്രാക്ട് ചെയ്ത് then they combined by creating this disulfide bonds to form human insulin. That's all. അപ്പൊ ലാസ്റ്റ് ഈ കിട്ടിയ എയും ബിയും കൂടി ഇങ്ങനെ അവര് ലിങ്ക് ചെയ്തു. ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച് ലിങ്ക് ചെയ്തു. എ ആൻഡ് ബി. സിമ്പിൾ. ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇത്രയേ ഉള്ളൂ ഇൻസുലിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, വളരെ ചെറിയ കോൺസെപ്റ്റ് ആണ്. കിട്ടിക്കഴിഞ്ഞ് ഇതിൽ ഉൾപ്പെടുന്നത് വേറെ ഇല്ല. അങ്ങനെ ആദ്യമായിട്ട് 1983 എലി ലില്ലി കമ്പനി ഹ്യൂമുലിൻ എന്ന് പറയുന്ന ഹ്യൂമൻ ഇൻസുലിൻ യൂസിങ് റീകോംബിനന്റ് DNA ടെക്നോളജി അവര് ഇക്കോളൈ ബാക്ടീരിയ ഉപയോഗിച്ച് എ ആൻഡ് ബി എന്ന് പറയുന്ന 2 സെപ്പറേറ്റ് പെപ്റ്റൈഡ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് അവര് റെപ്ലിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് ലാസ്റ്റ് ഡൈസൾഫൈഡ് ലിങ്കേജ് വെച്ച് ജോയിൻ ചെയ്ത് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ദെൻ കമന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ജീൻ തെറാപ്പിനെ കുറിച്ച് പഠിക്കാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.